എല്ലാവർക്കും MEMMAS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്രാവ് കറിയാണ് തയ്യാറാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ സ്രാവിന് ചൊറകെന്നും പറയാറുണ്ട്, ഇവിടങ്ങളിലൊക്കെ ചൊറകെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1.5 കിലോ ഉള്ളൊരു സ്രാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം വെട്ടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചിറകൊക്കെ ആദ്യം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. വാലിൻ്റെ അവിടെ ഉള്ളത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് മുറിച്ച് മാറ്റണം. ഇനി ഇതിൻ്റെ തല നമുക്ക് കളയാം. അതിനെ ഇതുപോലെ 2 സൈഡുകളിൽ നിന്നും ആദ്യം നമുക്ക് മുറിക്കണം. എന്നിട്ട് ഇതിൻ്റെ തല ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം വലിച്ചു കളയണം. അതിനു വേണ്ടി നമ്മൾ തലയുടെ താഴെ ഒന്നുകൂടി കുറച്ച് ഭാഗം ഒന്ന് മുറിക്കുവാണ്. ഈ കഷ്ണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ഈ നെയ്യ് വലിച്ചെടുക്കണം. ഇതും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അഴുക്ക് നമുക്ക് വലിച്ചു കളയാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇത് വലിച്ചെടുത്താൽ മതി. ഇത് വേസ്റ്റാണ്, ഇത് നമുക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ മുറിക്കുന്ന സമയത്ത് അകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഇപ്പം നമ്മളിത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്രാവിനൊരു അരമുണ്ട്, അത് നമ്മൾ കളഞ്ഞെടുക്കണം. ചിലർ അരം കളയാൻ വേണ്ടി ഇതിൻ്റെ തൊലി പൊളിച്ച് കളയും. അപ്പോൾ തൊലി പൊളിച്ച് കളഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം നമ്മളിവിടെ തൊലി പൊളിക്കുമല്ല, തിളച്ച വെള്ളത്തിലിട്ട് അരം കളഞ്ഞെടുക്കുവാണ്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ വെക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മീൻ കഷ്ണങ്ങളുടെ കൂടെയുള്ള ആ നെയ്യ് ഒന്ന് മാറ്റി വെച്ചേക്കണം, അല്ലെങ്കിൽ അത് തിളച്ച വെള്ളത്തിലാവുമ്പോഴത്തേക്കും അലിഞ്ഞു പോകും. പിന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളവും കൂടി എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം. തിളച്ച വെള്ളം മീൻ കഷ്ണങ്ങൾ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടേക്കണം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് പോകും. പിന്നെ തിളച്ച വെള്ളത്തിൽ നിന്ന് മീൻ കോരാൻ വേണ്ടി ഒരു അരിപ്പ തവി കൂടി ഇതുപോലെ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഈ വെള്ളം മീൻ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ മുഴുവൻ തിളച്ച വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് അരിപ്പത്തവി കൊണ്ട് കോരി നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് കൈകൊണ്ട് ഓരോ കഷ്ണങ്ങളെടുത്ത് ഇതിൻ്റെ പുറമേ കാണുന്ന അരം തേച്ച് കളയണം. അപ്പോൾ കൈകൊണ്ട് തേക്കുമ്പോൾ അരം പോയിട്ട് നല്ല സ്മൂത്തായിട്ട് ഇത് കിട്ടും നമുക്ക്. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് പതുക്കെ ഉരച്ചാൽ മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് അരം പോയി കിട്ടിക്കോളും. ഇപ്പം നമ്മളിത് അരം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാനുള്ള ചേരുവകൾ ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. 4 കഷ്ണം കുടംപുളി നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ചുവന്നുള്ളി 8 എണ്ണം അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് 4 എണ്ണം കീറി വെച്ചിരിക്കുന്നത്, 1 കുടം വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. നമ്മൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കൈകൊണ്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് പുളിയും വെള്ളവും കൂടി ഒഴിക്കാം. ഇനിയും നമ്മൾ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിന് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. മൂടി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്കും ആക്കാം. ഇപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. മീൻ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിച്ചേക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വേഗം വരാം. താങ്ക്